ഇതാണ് ചോദ്യത്തിൻ്റെ തലം. ആ ചോദ്യത്തിൻ്റെ തലമുണ്ടാക്കുന്നതിൽ വിജയിക്കുന്നു എന്നിടത്താണ് മീഡിയ സത്യത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്നത് വിജയിക്കുന്നത്. എന്തുകൊണ്ട്? ഇങ്ങനെ മുസ്ലിങ്ങളെ ആക്കി തീർക്കുകയാണെങ്കിൽ ഭീകരവാദത്തിന് മുസ്ലിം സമൂഹത്തിൽ തെളിവുകൾ കണ്ടെത്തുക പ്രയാസകരമാവില്ല. അതിന് പകരം ഭീകരവാദത്തിൻ്റെ റൂട്ടുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭീകരവാദത്തെ പ്രതിരോധിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അതിനുള്ള സാംസ്കാരിക പരിസരം ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയും ചെയ്താൽ അത് ആണ് ഭീകരവാദം ഭയപ്പെടുന്നത്. എന്തുകൊണ്ട് വഹാബികൾ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 1995 ഞാൻ പറഞ്ഞല്ലോ, ഒക്ലഹോമയിൽ നടന്ന ആദ്യത്തെ എന്നല്ല, ഇസ്ലാമോഫോബിയ എന്ന് ഏറെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ആ ഒക്ലഹോമ സിറ്റി സ്ഫോടനം, അന്ന് വഹാബികൾക്കെതിരെയുള്ള സംസാരം തുടങ്ങിയതാണ്. അന്ന് 2001 ഉണ്ടായിട്ടില്ല, അന്ന് സെപ്റ്റംബർ 11 കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തുടങ്ങിയതാണ് ഇത് വഹാബികളാണ് ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ എന്ന്. അതിൻ്റെ സാംസ്കാരികമായ അടിത്തറയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. ജൂതന്മാരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു വന്നു എന്ന് പറയുന്ന ചില ആളുകൾ, അവർ നിരന്തരമായി ഇതിനാവശ്യമായ ഇൻ്റലിജൻഷ്യ നൽകിക്കൊണ്ടിരിക്കുന്നു. വഹാബിസം ലോകത്തെല്ലായിടത്തും ഉണ്ടായത് ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വഹാബികൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന്. ഇത് പറയുന്നയാൾ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഇത് പറയുന്ന ആളുകളിൽ ഒന്നാമൻ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റീഫൻ സ്ക്വാട്സ് ആണ്. അതേ രൂപത്തിൽ രണ്ട് സൈഡിൽ നിന്നാണ് രണ്ടാളും പറയുന്നത്. മറ്റൊന്ന് പ്രൊഫസർ ഹാമിദ് അൽഗാറാണ്. ഇവർ രണ്ടുപേരും രണ്ട് പ്രിമൈസിൽ നിന്നിട്ടാണ് പറയുന്നത്. ഒരാൾ പറയുന്നത് നക്ഷബന്ദി തരീഖത്തിന്റെ പ്രിമൈസിലാണ്, മറ്റൊരാൾ പറയുന്നത് ഷിയായിസത്തിന്റെ പ്രിമൈസിൽ നിന്നിട്ടാണ്. ഇവർ രണ്ടുപേരും ഇത് പരസ്പരം വിളിച്ചു പറയുകയും ഈ രണ്ടിൻ്റെയും ഐക്യം നടക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നു. നമ്മൾ ഒന്നുകൂടി അറിയേണ്ടത്, കൃത്യമായി അറിയേണ്ടത്, ഡോക്ടർ ഹാമിദ് അൽഗാർ ആദ്യമായി പരിഭാഷ ചെയ്ത പുസ്തകങ്ങളിൽ ഒന്ന് സയ്യിദ് ഖുതുബിൻ്റെ ഗ്രന്ഥമാണ്. എങ്ങനെ ഈ സ്വാഭാവികമായ പരിണിതിയുണ്ടായി നിങ്ങളുടെ ഗവേഷണത്തിന് വേണ്ടി ഞാൻ വിടുന്നു, അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. യഥാർത്ഥത്തിൽ 965 ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഷിയാക്കളുടെ പുസ്തകങ്ങളിലേക്കും ഇറാനിൻ്റെ ഖുമൈനിയുടെ പുസ്തകങ്ങളും പരിഭാഷപ്പെടുത്തുന്നതിന് മുമ്പ് ഇദ്ദേഹം സയ്യിദ് ഖുതുബിൻ്റെ പുസ്തകങ്ങളാണ് അദ്ദേഹം പരിഭാഷപ്പെടുത്തുന്നത്. പക്ഷേ അദ്ദേഹം ഷിയ പ്രിമൈസിൽ, മറ്റേയാൾ നക്ഷബന്ദി പ്രിമൈസിൽ നിന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവർക്ക് രണ്ടാൾക്കും പറയാനുള്ളത് പ്രശ്നം വഹാബിസമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ലോകത്തെങ്ങും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരമായ ആക്രമണങ്ങളിൽ ഷിയാക്കൾക്കും ഷിയാ ബുദ്ധിക്കുമുള്ള പങ്ക് ആർക്കും വിശദീകരിച്ചു കൊടുക്കേണ്ടതില്ലാത്ത വിധം വ്യക്തമാണ്. പക്ഷേ എന്നിട്ടും അമേരിക്കൻ ബുദ്ധിജീവികളെ കൊണ്ട് ഇത് പറയിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? എന്തിനു വേണ്ടി? ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിയുമ്പോഴാണ് എവിടെയാണ് ഈ ചോദ്യത്തിൻ്റെ മർമ്മം സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാവുക. ഇവർ എത്ര ആക്രമിച്ചാലും എങ്ങനെ മീഡിയകളിലൂടെ പരിശ്രമിച്ചാലും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, ആ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനെയും ആദിമ കാലഘട്ടക്കാർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം എന്ന് വളരെ കൃത്യമായി വാശിയുള്ള സലഫി സമൂഹത്തിലേക്ക് ഭീകരവാദത്തെ അടിച്ചു വീശുവാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഏത് സംഭവങ്ങളെ എടുത്താലും പ്രവാചകന്റെ ജീവിതത്തിൽ, സഹാബിമാരുടെ ജീവിതത്തിൽ അതിന് സമാനമായ സംഭവങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇവിടെ മീഡിയ കൊടുക്കുന്ന സൊല്യൂഷനിൽ സലഫികൾക്ക് വിശ്വാസമില്ല. മീഡിയ മാധ്യമം നൽകുന്ന സൊല്യൂഷൻ അല്ല സലഫികൾ സ്വീകരിക്കുക. സൊല്യൂഷൻ റസൂലുള്ളാഹിയിലാണ്, സൊല്യൂഷൻ ആദിമ നൂറ്റാണ്ടുകാരിലാണ്. അതുകൊണ്ട് തന്നെ ഇവർ എങ്ങനെ പ്രചരിപ്പിച്ചാലും, എങ്ങനെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ ശ്രമിച്ചാലും ഇവരുടെ തലത്തിലേക്ക് സലഫികളെ വളച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ പിന്നെ മാർഗം ആരോപണങ്ങളിലൂടെ അടിച്ചിരുത്തലാണ്. അവിടെ ആരോപണങ്ങൾ വഹാബിസമാവുകയും യഥാർത്ഥത്തിൽ ഇഖ്വാനിസവും ഷിയായിസവും ഭീകരവാദം വളർത്തുകയും ചെയ്യുമ്പോൾ ഭീകരവാദം യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് വളരുന്നു എന്ന് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്താതെ ആ മുസ്ലിം സമൂഹത്തെ സംസ്കരിക്കുവാൻ സാധ്യമല്ല. ആ ബോധ്യപ്പെടുത്തുക എന്ന ദൗത്യം ചെയ്യുകയാണ് സലഫി പ്രസ്ഥാനം ചെയ്യുക. 995 ഒക്ലഹോമയിലെ ബോംബ് സ്ഫോടനം മുതൽ 2001 സെപ്റ്റംബർ 11 ബോംബ് സ്ഫോടനം വരെ നടന്നപ്പോൾ ലോകത്ത് ഏറ്റവും അധികം വേഗത്തിൽ
ഏറ്റവും അധികം വേഗത്തിൽ പ്രതികരിച്ചത് സലഫി പണ്ഡിതന്മാരാണ്. സൗദി അറേബ്യയുടെ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ലോകത്തെങ്ങുമുള്ള സലഫി പണ്ഡിതന്മാർ ഇസ്ലാമികമായി പറഞ്ഞാൽ ഇത് തെറ്റാണ് എന്ന് ആദ്യം പറഞ്ഞവരാണ്. പക്ഷെ നമ്മൾ അറിയുമോ എന്തുകൊണ്ട് മീഡിയ അത് പറഞ്ഞില്ല? എന്തുകൊണ്ട് മീഡിയ അത് പ്രചരിപ്പിച്ചില്ല? നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്തേ അക്കാര്യത്തിൽ പ്രത്യേകമായ നിലപാടുണ്ടായത്? അതേസമയം ആ സമയത്ത് വ്യാപകമായി പ്രചരിപ്പിച്ചത് എന്താണ്? ഞാൻ പറഞ്ഞു വരുന്നത്, സലഫികളെ, വഹാബികളെ ഭീകരവാദികളാണ് എന്ന് വരുത്തുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആ ലക്ഷ്യത്തെ പ്രതിരോധിക്കാൻ കഴിയണമെങ്കിൽ യഥാരൂപത്തിലുള്ള പ്രതിരോധം രൂപപ്പെടേണ്ടതുണ്ട്. ആ പ്രതിരോധം രൂപീകരിക്കപ്പെടുന്നത് ആശയതലത്തിലാകണം. ആശയതലത്തിൽ രൂപീകരിക്കപ്പെടുന്ന പ്രതിരോധത്തിന് യഥാർത്ഥ ഇസ്ലാമിൻ്റെ മാനവികതയുടെ ടച്ച് ഉണ്ടാകണം. ആ മാനവികത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരേ തെറ്റ് RSSകാരൻ ചെയ്താലും അതേ തെറ്റ് മറ്റേതെങ്കിലും മുസ്ലിം സംഘടന ചെയ്താലും അത് തെറ്റാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. അത് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ഈ വർഗീയതയുടെ തലച്ചോറിൽ നിന്ന് മാറി സലഫിയത്തിന്റെ തലച്ചോറിലേക്ക് ചെല്ലണം. അത് ഖുർആനും സുന്നത്തും സച്ചരിതർ മനസ്സിലാക്കിയ രൂപത്തിൽ മനസ്സിലാക്കണമെന്ന തലച്ചോറാണ്. അത് ചെല്ലുന്നതാണ് ഇവർക്കെല്ലാം ഭയപ്പാടുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മാത്രമാണിത് പറയാൻ കഴിയുക എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് തുറന്ന് പറയേണ്ടത് ബാധ്യതയായി തീരുന്നത്. അതല്ലാതെ സാമ്രാജ്യത്വത്തിന് അടിപണിയുകയോ സാമ്രാജ്യത്വത്തിന് അനുകൂലമായ നിലപാടെടുക്കുകയോ ചെയ്യുകയല്ല. ഇത് സാമ്രാജ്യത്വം ഉണ്ടാക്കുന്ന ഭൗതിക പരിസരങ്ങളിൽ നിന്നാണ് ഇത് വളരുന്നത്. ആ ഭൗതിക പരിസരം സൃഷ്ടിക്കുന്നത് ഈ ബുദ്ധിജീവികളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഷിയായിസത്തിൽ നിന്ന് മതം പഠിച്ച, മാർസിസത്തിൽ നിന്ന് ഇസ്ലാം പഠിച്ച, അതേപോലെ തന്നെ നക്ഷബന്ദീയത്തിൽ നിന്നും സൂഫിസത്തിൽ നിന്നും ഇസ്ലാമിനെ മനസ്സിലാക്കിയ ആളുകളുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ ഈ പരിസരത്തെ പൊളിക്കണമെങ്കിൽ ആ കൂട്ടായ്മയെ തിരിച്ചറിയണം. ആ കൂട്ടായ്മ യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ തന്നെ ബുദ്ധിസന്തതിയാണ് എന്ന് തിരിച്ചറിയപ്പെടണം. സാമ്രാജ്യത്വത്തിൻ്റെ ബുദ്ധി സയണിസത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ആ സയണിസം ജൂതായിസമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ആ ജൂതായിസത്തിന്റെ സന്തതിയാണ് ഷിയായിസം എന്ന് തിരിച്ചറിയുമ്പോൾ, ആ ഷിയായിസത്തിൽ നിന്ന് നിർദ്ധരിക്കപ്പെട്ടതാണ് സൂഫിസം എന്ന് തിരിച്ചറിയുമ്പോൾ, ഇവരുടെ കൂട്ടായ്മയിൽ എന്താണ് ഈ തരത്തിൽ ഉള്ള ഭീകരവാദത്തിന്റെ പരിസരവും ബുദ്ധിയും ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയുകയും അതിനെ പ്രതിരോധിക്കാൻ കഴിയുകയും ചെയ്യുകയുള്ളൂ. ആ പരിസരത്തെ മനസ്സിലാക്കാതെ പ്രതിരോധം സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. അത് നമ്മുടെ ദൗത്യമാണ്. അല്ലെങ്കിൽ ഇസ്ലാമികമായ നമ്മുടെ ദൗത്യം നിർവഹിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകണം. അതാണ് ഇക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ചോദ്യം എഴുതി കിട്ടിയത് വളരെ പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, നിങ്ങളുടെ ഇസ്ലാം വിമർശനവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യം അവർക്ക് അവസരം കൊടുത്തിട്ടും അവരത് ചോദിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടും ഞാനത് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇസ്ലാം അടിമ സ്ത്രീകളെ ശാരീരികമായി ബന്ധപ്പെടുവാൻ അനുവദിച്ചത് തെറ്റല്ലേ? സൂറത്തുൻ നിസായിൽ പറഞ്ഞിട്ടുള്ള കാര്യമെന്നാണ്. വളരെ വിശദമായി പഠിക്കേണ്ട വിഷയമാണ്. നിങ്ങൾക്ക് ഖുർആന്റെ മൗലികത എന്ന പുസ്തകത്തിൽ ആ വിഷയം വളരെ വിശദമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് പഠിക്കാവുന്നതാണ്. എനിക്ക് വളരെ ചുരുക്കി പറയാനുള്ളത്, തീർച്ചയായും ഇസ്ലാം സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില പ്രയാസങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി സ്വീകരിച്ച മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽ ഒന്നാണ് അടിമ സ്ത്രീയെ ഉടമക്ക് ശാരീരികമായി ബന്ധപ്പെടുകയും അവളുമായി ശയിക്കുകയും ചെയ്യാം എന്നുള്ള നിയമം. ഈ നിയമം നിലനിന്നത് അടിമത്വം നിലനിൽക്കുന്നൊരു സമൂഹത്തിലാണ്. ഇന്ന് അടിമത്വം ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റായി നിലനിൽക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ നമ്മുടെ തലച്ചോറ് അടിമത്വത്തിൻ്റെ നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ തലച്ചോറിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മാത്രമാണ് എത്രത്തോളം മാനവികമാണ് ഇസ്ലാം സ്വീകരിച്ച നിലപാട് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അടിമത്വം നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ അടിമത്വത്തിൻ്റെ കിരാതത്വങ്ങൾ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി, അടിമത്വത്തിൻ്റെ പ്രയാസങ്ങൾ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ ഈ നടപടിക്രമങ്ങളൊന്നും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രായോഗികമായിരുന്നില്ല. അടിമത്വം നിലനിന്നിരുന്ന സമൂഹത്തിൽ അടിമ സ്ത്രീകൾ ഉപയോഗിക്കപ്പെട്ടിരുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ഗാർഹികമായ ജോലികൾക്ക് വേണ്ടി. രണ്ട്, ആ സ്ത്രീകളെ പുറത്തേക്ക് വ്യഭിചാരത്തിന് വേണ്ടി വിടുകയും ആ വ്യഭിചാരത്തിൽ നിന്ന്